കുത്തിത്തിരിപ്പിന്റെ രാജാവ് അല്ലെങ്കിൽ റാണിയായ കണ്ടസ്റ്റന്റ്. ഇപ്പൊ അവിടെ ഉള്ള അല്ലെങ്കിൽ എനിക്കറിയായിരുന്നു ആരാന്ന്. ഇപ്പൊ അവിടെ ഉള്ളതാണോ? ഇപ്പൊ അവിടെ ഉള്ള അവിടെ ആരാ കുത്തിരിക്കാൻ? കുത്തിത്തിരിപ്പ് അത്രയും ബുദ്ധിയുള്ള ആരുമില്ല ഇപ്പൊ അവിടെ. എന്നാലും ഏഷണി പറയുന്ന ഒരാളെ എനിക്കറിയാം. പരദൂഷണം പറഞ്ഞ് അടി ഉണ്ടാക്കിപ്പിക്കുന്ന ഒരാളറിയാം. നോക്കിട്ടില്ല. ഒരു മിനിറ്റ്, ഞാൻ എഴുതിയിട്ടില്ല. പ്രശ്നം പ്രശ്നം, ഇവിടെ പ്രശ്നം, അവിടെ പ്രശ്നം പ്രശ്നം. ഡിസ്ക്വാളിഫൈ ഡിസ്ക്വാളിഫൈ അതെന്താ? അറിഞ്ഞൂടാ. നമ്മളിങ്ങനെ ഒരു പാട്ട് പാടിയതല്ലേ എപ്പോ? ഞാൻ നമ്മുടെ പ്രോഗ്രാം ആള് പറഞ്ഞു. അത് നീ ഇപ്പൊ ഞാൻ എഴുതിയ പേര് നീ ഒരു പേര് എഴുത്. എനിക്ക് മനസ്സിലായി നോക്കട്ടെ. ഞാൻ എന്തപ്പോ മനസ്സിലാവും? ഇയാള് കണ്ണോണ്ട് കാണിച്ചാലേക്ക് മനസ്സിലാവും മനുഷ്യ. ശരണ്യ എന്തായാലും ഇടാം. അതായത് ശരണ്യയുടെ ഒരു പാട്ടുണ്ടായി. ശരണ്യയുടെ ഒരു പാട്ട്. ശരണ്യയുടെ ഞാൻ പറഞ്ഞു, ശരണ്യ ഞാൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങുന്നത് വരെ വേണേ നീ പവർ ടീം ഇരുന്നോ, എന്റെ പേയ്മെന്റ് മൊത്തം നിനക്ക് തരാം, നീ പാട്ട് പാടല്ലേ. പ്രശ്നം അവിടെയും പ്രശ്നം ഇവിടെയും പ്രശ്നം. തിന്നാ പ്രശ്നം, ഇരുന്നാ പ്രശ്നം. ഇനി പറയരുത്. ഇനി നിനക്ക് ഇവിടെ ഇങ്ങനെ സാധനത്തിന്റെ പേരെന്തായിരുന്നു? ബ്ലഷ്. അത് ഞാൻ ലിപ്സ്റ്റിക് ആയിട്ട് തന്നെ ഇടാറ്. പക്ഷെ നിനക്ക് ഞാൻ ഇടത്ത് കറുത്ത ഇത് ഇതാണ് ഐബ്രോ ആണ്. ഇതെവിടെയാണ് ഇതിന്റെ സുനോടിച്ചുകള്? അത്ര ആക്കല്ല തൊടിയും. വരുന്നുണ്ട്. ജാൻമണി, എന്റെ ജാൻമണി, ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ചോദ്യം ചോദിക്കാണ്. എടാ പ്ലീസ് എടാ. കുണുവാവേ എന്റെ കുണുവാവേ. എടാ എന്താണ് മതിടാ. എടാ ഞാൻ വരക്കട്ടെ. എടാ നശിപ്പിക്ക് നീയേ. ഈശ്വരോ, അതിന് നല്ല സുന്ദരമായ കണ്ണെഴുതി അഴകിൽ നിന്നവളെ. എടാ ഇങ്ങനെ പൊക്കി വരയ്ക്കണം, നല്ലൊരു ഭംഗി. ഇതെന്താ തെളിയാത്ത? കമ്മറ്റി നല്ല സാധനം കൊണ്ടുവരൂ. സത്യം പറയാം, ഞാൻ വരയ്ക്കുന്നതിൽ അഭിനയിക്കുന്നതാണ്, ശരിക്കും വരയ്ക്കുന്നില്ല. ഇല്ല അല്ലേ? കഴിഞ്ഞില്ല, പിരികം കഴിഞ്ഞില്ല. പിരികത്തിൽ ഇനിയും ആട്ടുവർക്കുണ്ട്. ജാൻമണി പ്രത്യേകം പറഞ്ഞു ഇതൊക്കെ. ഇങ്ങോട്ട് നോക്കണി. കാണില്ല എന്തിട്ട് ചെയ്യണേ. അയ്യേ, ഇത് പ്രത്യേകിച്ച് നിന്റെ അത്ര ഭംഗിയില്ല കേട്ടോ. അത് ആണോ? അങ്ങനെ തോന്നിപ്പിച്ചത് മതി മതി.